ആക്ച്വലി ഈ ഡ്രസ്സിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ചിരിയാവട്ടെ വന്നത്. ഇത് ഞാൻ ട്രെൻഡ്സിൽ വാങ്ങിയിരുന്ന ഒരു ടീഷർട്ടാണ്. ഒരു വൈറ്റിൽ കുറച്ച് ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ളത്. ഇത് മീഷോന്ന് വാങ്ങിയ ഒരു ഫ്രോക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സ്ലീവ്ലെസ് എന്താ പറയുക, ആക്ച്വലി എനിക്കിതിനെന്താ പറയുക അറിയില്ല കേട്ടോ. ആ ഒരു ഡ്രസ്സാണ്. ഇത് ഇന്നിടാനായിട്ടൊരു മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നലെ എൽസു അമ്മ പറഞ്ഞു, നീ ഇന്നലെ ഇട്ടുകൊണ്ട് വന്ന ഉടുപ്പിന് കുറച്ച് ഇറക്കം കുറവായിരുന്നു. ഇറക്കക്കുറവൊന്നുമില്ലായിരുന്നു. നമ്മുടെ കാൽമുട്ട് നീ കഴിഞ്ഞിട്ട് അത്യാവശ്യം താഴത്ത് കുറച്ചും കൂടെ നല്ല നീളം ഉണ്ടായിരുന്നു. അതിന് നീളക്കുറവൊന്നുമില്ല. പിന്നെ അത് ഭയങ്കര വൈഡ് നെക്കായിരുന്നു. അതൊക്കെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. വൈഡ് നെക്കായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഓഫ് ഷോൾഡർ ടോപ്പായിരുന്നു ആക്ച്വലി അത്. പക്ഷേ അതും നമ്മൾ ഷോൾ ഇട്ട് കഴിയുമ്പോൾ അത്ര അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ എന്താ പറയുക, കണങ്കാല് ആങ്കിൾ ലെങ്ത്ത് നീളമുള്ള ഒരു ഡ്രസ്സാണിത്. പിന്നെ അത്യാവശ്യം കവേർഡാണ്. എന്താ പറയുക, ടീഷർട്ടൊക്കെ ആയത് കാരണം നെക്കൊക്കെ അത്യാവശ്യം കവേർഡാണ്. അപ്പോൾ ഞാനോർത്ത് എന്നാൽ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേണമല്ലോ പിറ്റേ ദിവസം ചെയ്യാനായിട്ട്. അതുകൊണ്ട് അറിയാം ഇത് പ്രതിഷേധാത്മകമായ ഡ്രസ്സിങ് ആണെന്ന് അമ്മയ്ക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. പക്ഷേ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് ചില ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് ചില ചമ്മലൊക്കെ തോന്നാറുണ്ട്. എസ്പെഷ്യലി സ്ലീവ്ലെസ് ഒക്കെ ഞാൻ ആദ്യമായിട്ടൊക്കെ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഒരു വിയേർഡ് ഫീലിംഗ് ആയിരുന്നു. കാരണം അതുവരെ ഞാൻ സ്ലീവ്സ് ഉള്ളത് ആണ് ഇട്ടിരുന്നത്. അപ്പം എൻ്റെ വിചാരം ഞാൻ അതിട്ടിട്ട് പബ്ലിക് പ്ലേസിൽ പോകുമ്പോഴത്തേക്കും അവിടെ വന്നിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും തലയിലൂടെ പോകുന്ന ചിന്ത അല്ലെങ്കിൽ ടെൻഷൻ, എന്തായിരിക്കും ആ പെങ്കുച്ചൊരു സ്ലീവ്ലെസ് ഇട്ട്, അയ്യോ കൊള്ളത്തില്ല, അല്ലെങ്കിൽ അയ്യോ എന്തിനായിരിക്കും അതിട്ടത്, അങ്ങനത്തെ ചിന്തകളായിരിക്കും അവരുടെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും, ആ നിമിഷം എന്നെ കാണുന്ന എല്ലാ മനുഷ്യരുടെയും തലയിലൂടെ പോകുന്ന ചിന്തകളെന്നാണ് ഞാൻ ഒരു കാലത്ത് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ് സ്ലീവ്ലെസ് എന്നുള്ളത്. ചിലപ്പോൾ വലിയൊരു ഇയറിംഗ് ആണ് ഇടുന്നതെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കാണ് ഇടുന്നതെങ്കിലാണ്. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നീ എപ്പോഴും നിനക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് വരുന്നവരും പോകുന്നവരും എല്ലാം നിന്നെ തന്നെ നോക്കുന്നു, നിൻ്റെ കാര്യമാണ് വിചാരിക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നത്. അത് വെറും ഒരു മണ്ടത്തരമാണ്. അങ്ങനെയൊന്നുമല്ല. എല്ലാവർക്കും അവരവരുടെ ഓൺ ബിസിനസ് ഉണ്ട്. അവരവരുടെ കാര്യങ്ങളാണ് നോക്കുന്നത്. മേ ബി നീ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ 2 കമൻറ്റേ മാക്സിമം വരുള്ളൂ. ഒന്നെങ്കിൽ either ഇറ്റ്സ് ഗുഡ് നോർ ഇറ്റ്സ് ബാഡ്. അതായിരുന്നു നമ്മുടെ കമൻറ്റ് കറക്റ്റായിട്ട് പറഞ്ഞാൽ. ഒന്നെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ മോശമായിരിക്കും, അത്രേ ഉള്ളൂ. എന്നിട്ട് അവരവരുടെ പാട് നോക്കി പോകും. നീ മാത്രമാണ് അതിനെ കോൺഷ്യസ് ആയിട്ട് ക്യാരി ചെയ്തുകൊണ്ട് ആ ഡേ ഫുള്ള് നടക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ ഭയങ്കരമായിട്ട് ബുള്ളിങ് എൻ്റെ ഫാമിലീസിൽ നിന്നും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിൽ നിന്നും ഒരുമാതിരി സ്കൂൾസ്, കോളേജ് എല്ലായിടത്തു നിന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫെയർ അല്ലാത്തത് കൊണ്ട്. ഓക്കെ, എന്താ പറയുക, എൻ്റെ ആക്ച്വൽ ഹെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കേളിയാണ്. അപ്പം ഞാനെന്തോ ആഫ്രിക്കൻ നീഗ്രോയാണോ, എൻ്റെ കസിൻസിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവരൊക്കെ ഭയങ്കര വെളുത്തിട്ടാണ്. ഈവൻ മൈ ഓൺ സിസ്റ്റർ പോലും. അപ്പോഴത്തേക്കും എന്നെ എന്തോ ദത്തെടുത്താണ്, അഡോപ്റ്റ് ചെയ്താണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. അപ്പോൾ ഒത്തിരി ഞാൻ വിഷമിച്ചിട്ടുണ്ട് കുഞ്ഞുനാളുകളിൽ. വളരെ അത് മനസ്സിലായി മാറിയെങ്കിലും ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ചെറിയ സങ്കടമുണ്ട് കേട്ടോ. ഇത്രയൊക്കെ വലുതായി മാറ്റങ്ങൾ സംഭവിച്ചുവെങ്കിലും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, എൻ്റെ നെഫ്യൂനോടാണെങ്കിൽ പറയും, നീ ഒരിക്കലും ഒരു ഫ്രണ്ടിനെ ചൂസ് ചെയ്യുന്നത് അയാളുടെ നിറവോ അല്ലെങ്കിൽ അയാളുടെ ജാതിയോ അല്ലെങ്കിൽ അയാളുടെ ഫാമിലി സ്റ്റാൻഡേർഡോ വെച്ചിട്ടായിരിക്കല്ലോ, മറിച്ച് അയാളുടെ പേഴ്സണാലിറ്റി, ക്യാരക്ടർ വെച്ചിട്ടായിരിക്കണം നീ ഡിസൈഡ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ ഇതിൻ്റെ ഒന്നും ബേസിൽ ചെയ്യരുത്. കാരണം അവരുടെ ആ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ അവരെത്രത്തോളം വലുതായാലും അത് മാറണമെന്നില്ല. അത് ഹേർട്ട് ചെയ്യും. അങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞു വന്നതിൻ്റെ കാര്യം മറന്നുവല്ല. ഡ്രസ്സിങ്ങൊക്കെ ഓക്കെയാണ്, പക്ഷേ ഒരുപാട് കോപ്രായങ്ങളൊക്കെ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ആരും തന്നെ നമ്മളെ ശ്രദ്ധിക്കാൻ പോണില്ല കേട്ടോ. എന്ന് കരുതി നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാതിരിക്കണമെന്നൊന്നുമില്ല. ഇന്ന് ഞാൻ 2 സൈഡിൽ മുടിയൊക്കെ കെട്ടിയിട്ടാണ് പോയത്. ഞാൻ ഓർക്കുന്ന പോലില്ല, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഔട്ട് സൈഡ് പോകുന്നത്. കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചൂടൊക്കെ അല്ലേ, പിന്നെ ഷോളിടുമ്പോൾ അധികം ആരും അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കവർ ചെയ്താണ് പോയത്. തിരിച്ച് വന്നപ്പം എൽസു എൻ്റെ ഒരു നോട്ടം നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ എന്നോടുള്ള എന്തെങ്കിലും പ്രതിഷേധ പ്രകടനം ഉണ്ടോ? ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, തോന്നിയതാ.